പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്താണ് ഇസ്ലാമിൽ അവയുടെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചു. ശക്തമായ കുടുംബ ബന്ധങ്ങളാണ് ഭദ്രമായ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായി തീരുക എന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ നാം മനസ്സിലാക്കി കഴിഞ്ഞു. കുടുംബബന്ധം ചാർക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നാം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം, ആരാണ് നമ്മുടെ കുടുംബം? പരിശുദ്ധ ഖുർആൻ ഉലുൽ അർഹാം കുടുംബം എന്ന് വിശേഷിപ്പിച്ചത് അതിൻ്റെ മാനദണ്ഡം എന്താണ്? പല നിർവചനങ്ങളുമുണ്ട്, പലരും പല രൂപത്തിലും വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ സിലത്തുർ റഹം, കുടുംബബന്ധം എന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവെത്തേണ്ട ഒരു സമഗ്രമായ നിർവചനം ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് രേഖപ്പെടുത്തിയത് ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. അൽ അർഹാം ഹുമുൽ അഖാരിബ്, അൽ അർഹാം ഹുമുൽ അഖാരിബ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള അർഹാം എന്ന് പറഞ്ഞാൽ അവർ ബന്ധുജനങ്ങൾ, കുടുംബമാണ്. മിൻ ജിഹത്തിൽ ഉമ്മി വ മിൻ ജിഹത്തിൽ അബി, പിതാവിന്റെ വഴിക്കും മാതാവിന്റെ വഴിക്കുമുള്ള കുടുംബം. അൽ ആബാഉ വൽ ഉമ്മഹാതു വൽ അജ്ദാദു വൽ ജദ്ദാതു അർഹാം. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വല്ലിപ്പമാർ, നമ്മുടെ വല്യമ്മമാർ, അവരെല്ലാവരും അർഹാം എന്ന് പറയുന്ന ഗണത്തിൽപ്പെടും. വ ഔലാദു ഔലാദിഹിം മിൻ ദക്കരിൻ വ ഇനാസിൻ വ ഔലാദുൽ ബനാതി കുല്ലുഹും അർഹാം. മക്കൾ, ആൺമക്കളുടെ മക്കൾ, പെൺമക്കൾ, പെൺമക്കളുടെ മക്കൾ, അവരെല്ലാം അർഹാം എന്ന് പറയുന്ന വാക്കിന്റെ പരിധിയിൽപ്പെടും. വഹാക്കദൽ അമാം, പിതാവിന്റെ സഹോദരന്മാർ, വൽ അമ്മാത്തു, സഹോദരിമാർ, വൽ അഖ്വാലു വൽ ഖാലാത്ത്, പിതാവിന്റെ മാതാവിന്റെ സഹോദരന്മാർ, സഹോദരികൾ, വ ഔലാദുഹും, അവരുടെ മക്കൾ അർഹാം, അവരും അർഹാമിൽപ്പെട്ടതാണ്. ദാഖിലൂന കുല്ലുഹും ഫീ ഖൗലി അല്ലാഹി തആല വ ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ നിർദ്ദേശത്തിൽ ഈ പറയുന്ന ബന്ധങ്ങളെല്ലാം പെടും എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഈ നിലക്ക് നാം ചിന്തിക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ബന്ധങ്ങൾ ശക്തമായ രൂപത്തിൽ നിലനിർത്താൻ ബാധ്യസ്ഥരാണ് നാം. ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് സാധ്യമാവും എന്ന് സംക്ഷിപ്തമായ രൂപത്തിൽ നാം കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു. സാധാരണഗതിയിൽ നാം എല്ലാവരും പറയുന്ന ഒരു വാക്ക്, അവരിങ്ങോട്ട് ഏത് രൂപത്തിലാണോ പെരുമാറുന്നത് അതേ രൂപത്തിൽ ഞങ്ങൾ അങ്ങോട്ടും പെരുമാറും. അവരിങ്ങോട്ട് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം എന്ന രൂപത്തിൽ ഞങ്ങളും ബന്ധം ചാർത്താം. ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുക്കാഫി, ഇങ്ങോട്ട് നന്മ ചെയ്താൽ അങ്ങോട്ടും നന്മ ചെയ്യും, ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ അങ്ങോട്ടും പ്രത്യുപകാരം ചെയ്യും എന്നതല്ല കുടുംബബന്ധം ചാർക്കുക എന്ന് പറഞ്ഞാൽ. വലാകിന്നൽ വാസിൽ, കുടുംബബന്ധം ചാർക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ
അല്ലദീ ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹ. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ബന്ധങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും സ്ഥാപിക്കാൻ ഉത്സാഹിക്കുന്ന വ്യക്തി ആരാണോ അയാളാണ് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവക്ഷിച്ച വ്യക്തി. ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരോടും അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് ഇസ്ലാമിക ദൃഷ്ട്യാ കുടുംബ ബന്ധം ചാർക്കുക എന്നതിന്റെ വിവക്ഷ. അസ്സദഖത്തു അലൽ മിസ്കീൻ സദഖ. ഒരു സാധുവിന് നിങ്ങൾ ധർമ്മം ചെയ്താൽ ഒരു സദഖയാണ്. എന്നാൽ വകുല്ലു ദിർറഹ്മി ഇസ്നതൻ. കുടുംബത്തിന് നിങ്ങൾ സദഖ ചെയ്താൽ രണ്ട് പ്രതിഫലമുണ്ട്. സദഖത്തുൻ വസില. ഒന്ന് സദഖ എന്നതിന്റെ പ്രതിഫലം, രണ്ടാമത് കുടുംബ ബന്ധം ചാർക്കുന്നു എന്നതിന്റെ പ്രതിഫലം. നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങൾ, സഹോദരികൾ, സഹോദരികളുടെ മക്കൾ, സഹോദരന്മാർ, അവരുടെ മക്കൾ, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാർ, അവരുടെ മക്കൾ, ഉമ്മയുടെ സഹോദരികൾ, അവരുടെ മക്കൾ, അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളുണ്ടോ അവയെല്ലാം ശരിയായ രൂപത്തിൽ വിളക്കി ചേർത്ത് സൗഹൃദപരമായ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കുക. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്യും. പക്ഷേ ദാനധർമ്മങ്ങളിൽ ഏറ്റവും നല്ല ദാനധർമ്മം അസ്സദഖത്തു അലാ ദിർറഹ്മിൽ കാശിഹി അല്ലദീ യുദ്മിറുൽ അദാവ. നിങ്ങളോട് ഉള്ളിൽ പകയും പോരും ശത്രുതയും വച്ചു പുലർത്തുന്ന കുടുംബങ്ങളോട് നിങ്ങൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് ഏറ്റവും നല്ല സദഖ. എങ്ങനെ? നമ്മളോട് ഇങ്ങോട്ട് ഉപകാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മുടെ പുരോഗതിയിലും നമ്മുടെ ഉത്കർഷത്തിലും നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയിലും ഒക്കെ അസൂയയും പ്രയാസവും പകയും വിരോധവും ഉള്ള കുടുംബങ്ങൾ ഉണ്ടാകും. അവരോട് അങ്ങോട്ട് പോയി ബന്ധങ്ങൾ സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ സദഖയുടെ ഏറ്റവും ഉന്നതമായ രൂപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അപ്പോൾ ഈ ബന്ധങ്ങൾ ചാർക്കൽ പണം കൊണ്ടാവാം, സാമ്പത്തിക സഹായങ്ങൾ കൊണ്ടാവാം, സന്ദർശനങ്ങൾ കൊണ്ടാവാം, ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയ മിനിമം ഒരു സലാം പറയലിൽ കൂടിയാവാം ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. ഇനി നാം പരിശോധിക്കുന്ന വിഷയം, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരാൻ കാരണം? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്തുകൊണ്ട് തകരുന്നു എന്ന് നാം പഠിക്കണം. നമ്മുടെ മാതാപിതാക്കൾ ആരോടെങ്കിലും പിണക്കമുള്ളവരായിരിക്കും. ഏതെങ്കിലും കാരണത്താൽ എപ്പോഴെങ്കിലും അസ്വാരസ്യം ഉണ്ടായിരിക്കും. നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും മുമ്പിൽ വെച്ച് ഇത്തരം പ്രശ്നങ്ങളും കേസുകളും നാം അപഗ്രഥിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലേക്കും ഇവരോടുള്ള അകൽച്ച മെല്ലെ മെല്ലെ പകർത്തപ്പെടുകയും കാലാകാലങ്ങളിൽ ഈ ശത്രുത പരമ്പരയായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് പല കുടുംബ ബന്ധങ്ങളും അറ്റുപോകാനുള്ള കാരണം. മാതാപിതാക്കൾ മരിക്കുന്നു എന്നുള്ളതോടുകൂടി പ്രശ്നം അവസാനിക്കുന്നില്ല. അവരുടെ മരണശേഷം അവരുടെ മക്കളും പേരക്കുട്ടികളുമൊക്കെ ഈ മാതാപിതാക്കന്മാരുടെ പിണക്കം അതേ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുകയാണെങ്കിൽ അല്ലാഹു പറയാണ്, അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം രേഖപ്പെടുത്തും. അവർ അവശേഷിപ്പിച്ചു പോയ നല്ലതോ ചീത്തയോ ആയ അടയാളങ്ങളും അള്ളാഹു രേഖപ്പെടുത്തും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെയോ ബന്ധങ്ങൾ അറ്റുപോകുന്നതിന്റെയോ കാരണങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആ നിഗമനങ്ങളെ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ സന്നിധിയിൽ കുടുംബ ബന്ധങ്ങൾ മുറിയുക എന്നുള്ളതിന്റെ ഏറ്റവും ഗുരുതരമായ കുറ്റം. അതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധമില്ലായ്കയാണ് വാസ്തവത്തിൽ ഒരു കാര്യം. രണ്ടാമത്തേത് അഹങ്കാരമാണ് മനുഷ്യന്റെ. ഒരു ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് എങ്ങനെ സലാം പറയും? എന്നെക്കാൾ എന്തുകൊണ്ടാണ് അവന് മെച്ചം? ഞാൻ അവനേക്കാൾ മോശമല്ലല്ലോ. അവന്റെ കുടുംബത്തിന്റെ തറവാടിനേക്കാൾ മെച്ചപ്പെട്ട കുടുംബമാണല്ലോ എന്റേത് എന്നിത്യാദി അഹങ്കാരവും പൊങ്ങച്ചവും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് നന്നാവാൻ കഴിയില്ല.
വളരെ ശരിയാണ്. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചവന്റെ അന്തസ് അള്ളാഹു ഉയർത്തുകയേയുള്ളൂ എന്ന് തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ മോശമായി വർഷങ്ങളോളം എന്ന് കരുതുക. അതിൽ ഒരാൾ ചെന്ന് കുടുംബത്തിലെ കാരണവരോട് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് അതോടുകൂടി ചിലപ്പോൾ ഈ മഞ്ഞുരുകും, പ്രശ്നങ്ങൾ അവസാനിക്കും, ആരെങ്കിലും ഒരാൾ തുടങ്ങട്ടെ എന്ന് മനസ്സിന്റെ ആഴങ്ങളിൽ ഓരോരുത്തരും മോഹിക്കുന്നുണ്ടാവും. നബി തിരുമേനി പറയുകയാണ്, ഒരു സത്യവിശ്വാസിയും മറ്റൊരു സത്യവിശ്വാസിയോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. എന്താണ് സംഭവിക്കുക? ഇയാൾ മുഖം തിരിക്കും, അയാളും മുഖം തിരിക്കും. തിരുമേനി പറയുകയാണ്, ഈ 2 വ്യക്തികളിൽ ഏറ്റവും നല്ലവൻ ആരാണോ ആദ്യം സലാം ചൊല്ലുന്നത് അവനാണ് വാസ്തവത്തിൽ ഏറ്റവും വിശിഷ്ട വ്യക്തി. നമുക്കിത് സാധിക്കണം. നമ്മുടെ വിനയം അതിനെ പ്രേരിപ്പിക്കണം. ഇവിടെ അഹങ്കാരത്തിന്റെയോ പൊങ്ങച്ചത്തിന്റെയോ പേരിൽ ഒരുപക്ഷെ ബലം പിടിച്ച് നിങ്ങൾ പിണക്കമുണ്ടാക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കർമ്മങ്ങളൊന്നും നമുക്കുണ്ടാവുകയില്ല എന്നുള്ള ധാരണയോടുകൂടിയായിരിക്കണം ബന്ധങ്ങൾ ചാർക്കേണ്ടത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, മാതാപിതാക്കളുടെ ചുവടൊപ്പിച്ചുകൊണ്ട് അവരേത് രൂപത്തിലാണോ കുടുംബങ്ങൾ പെരുമാറിയത്, ഇണക്കമാണെങ്കിൽ ഇണക്കം, പിണക്കമാണെങ്കിൽ ഇണക്കം. എന്തുകൊണ്ടാണ് ഈ അവരുമായി മോശമായി പെരുമാറുന്നത്? അവരെന്റെ വാപ്പയോടും ഉപ്പയോടൊക്കെ മോശമായി പെരുമാറിയില്ലേ? അവർ പിണങ്ങിയില്ലേ? അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവരോട് ബന്ധം നല്ല രൂപത്തിൽ സ്ഥാപിച്ചാൽ പിതാവിന് ഇഷ്ടപ്പെടുകയില്ലല്ലോ, അത് ഉമ്മക്ക് ഇഷ്ടപ്പെടുകയില്ലല്ലോ, ബാപ്പയ്ക്ക് ഇഷ്ടപ്പെടുകയില്ലല്ലോ എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയാണെങ്കിൽ കാലാകാലം ബന്ധങ്ങൾ നന്നാകാൻ പോകുന്നില്ല. മറ്റൊന്ന്, ദീർഘകാലം പിണക്കമുണ്ടായി കഴിഞ്ഞാൽ അത് നന്നാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. ദീർഘകാലം നിലനിൽക്കുന്ന പ്രശ്നങ്ങളും പിണക്കങ്ങളും എത്രയോ കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. ഒരിക്കലും വാസ്തവത്തിൽ അത് വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആക്ഷേപങ്ങളും ശകാരങ്ങളും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക. ഒരു പക്ഷേ അവരുടെ മക്കളിൽ, പേരക്കുട്ടികളിൽ, ഭാര്യമാരിൽ, അവരുടെ ബന്ധുമിത്രാദികളിൽ, ഇനി അവരിൽ തന്നെയും എപ്പോഴും ഒരു നെഗറ്റീവായ സമീപനം, മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും തന്നെ തിരഞ്ഞെടുത്ത് അത് ചികഞ്ഞെടുത്ത് അത് പർവ്വതീകരിച്ച് ബന്ധങ്ങൾ ധ്രുവീകരിക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ആരാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ എല്ലാം തികഞ്ഞവർ? ഓരോ വ്യക്തിയിലും അള്ളാഹു നിക്ഷേപിച്ച ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കണ്ടെത്തി പറയാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അതിലായിരിക്കണം ശ്രദ്ധ. മറ്റൊരു പ്രധാന വിഷയം, പിതാക്കന്മാരോ മാതാക്കന്മാരോ മരിച്ചു കഴിഞ്ഞാൽ അനന്തര സ്വത്ത് അവകാശികളായ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ കാലതാമസം വരുത്തൽ ബന്ധങ്ങൾ മോശമാവാൻ കാരണമായി തീരാറുണ്ട്. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം, ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് സ്വത്തുക്കൾ വീതിച്ചു കൊടുക്കുക. കുറഞ്ഞാലും കൂടിയാലും എന്താണോ അവർക്ക് നിശ്ചയിക്കപ്പെട്ടത് ശരീഅത്ത് പ്രകാരം അത് വളരെ മാധ്യമായ രൂപത്തിൽ കൃത്യമായ കണക്കുകൾ നോക്കി അത് കൊടുത്തു കഴിഞ്ഞാൽ ബന്ധങ്ങൾ സുരക്ഷിതമായ രൂപത്തിൽ നിലനിൽക്കും. മറ്റൊന്ന്, മുമ്പ് നിങ്ങൾ ഒരുപക്ഷെ അറിയാതെ പറഞ്ഞു പോയ ചില വാക്കുകളുണ്ട്. ഖൂലു ഖൗലൻ സദീദ, നല്ല വാക്കുകൾ, ലക്ഷ്യവേദിയായ വാക്കുകൾ, കലർപ്പില്ലാത്ത വാക്കുകൾ, ദ്വയാർത്ഥമില്ലാത്ത വാക്കുകൾ നിങ്ങൾ നല്ല രൂപത്തിൽ പറയണം. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലതേ പറയാവൂ. ഖുർആന്റെ കൽപ്പനയാണ്. ഇത് ഗൗനിക്കാതെ കണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് ഏതെങ്കിലും ഘട്ടത്തിൽ നാം പറഞ്ഞിരിക്കാവുന്ന ചില അറിയാത്ത വാക്കുകളോ പ്രയോഗങ്ങളോ അവരുടെ മനസ്സിൽ മുള്ളായി, തീയായി, കനലായി കിടക്കുന്നുണ്ടാവാം. അതാവാം ഒരുപക്ഷെ പിണക്കത്തിന് കാരണമായി തീരുന്നത്. മറ്റു ചിലപ്പോൾ അസൂയ കാരണമാകാം. ഒരു സഹോദരൻ സാമ്പത്തികമായി ഉയർച്ചയുണ്ട്, മറ്റൊരാൾക്ക് അത്രത്തോളം ഇല്ല. സ്വാഭാവികമായും അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഈ സാമ്പത്തിക ശേഷിയുള്ള ആളെ അസൂയയോട് കൂടി കാണും. അത് ബന്ധങ്ങൾ വഷളായി തീരും. തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. തെറ്റിദ്ധാരണകൾ പല വിധത്തിലുമാവാം.
ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ തന്നെ മുളയിലേ നുള്ളിക്കളയാനും ആ ധാരണ പിശകുകൾ തിരുത്താനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ ബന്ധങ്ങൾ ധ്രുവീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാരണം, പല ആവശ്യങ്ങളും പലർക്കും ഉണ്ടാകും. കുടുംബത്തിൽ എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയായിരിക്കില്ല. സാമ്പത്തിക ശേഷിയുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. തങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ചികിത്സ കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അതെല്ലാ സഹോദരന്മാർക്കും അവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ആശയാണ്. അത് കണ്ടറിഞ്ഞ് മറ്റുള്ള സഹോദരങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണ് പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടാനുള്ള വഴി. അവന്റെ കുടുംബം അവന്റെ വഴി, ഞാൻ എന്റെ വഴി, എനിക്ക് എന്റെ കുടുംബം, അവൻ അവന്റെ കുടുംബം നോക്കട്ടെ എന്ന രൂപത്തിലെ മനസ്സല്ല. സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുക. ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റവയവങ്ങൾ ഉറക്കിളച്ചും പനിച്ചും അതിൽ സഹകരിക്കുന്നത് പോലെ എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ കൽപ്പന. ഒരു കുടുംബത്തിൽ തന്നെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം, അറിവുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം, രോഗമുള്ളവരുണ്ടാവാം, രോഗമില്ലാത്ത ആരോഗ്യത്തോടുകൂടി കഴിയുന്നവരുണ്ടാവാം. ഈ ഏറ്റക്കുറച്ചിലുകളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് പരീക്ഷണമാണ്. ഉള്ള ആളുകൾ ഇല്ലാത്തവരോട് ഏത് രൂപത്തിൽ പെരുമാറുന്നു എന്ന പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകളായിരിക്കും കാരണം. ഉമ്മയുടെ വയറ്റിൽ പിറന്ന ഏകോദര സഹോദരങ്ങൾ തന്നെ ശത്രുക്കളായി തീരൽ എങ്ങനെയാ? ഈ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളെല്ലോ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികൾ, കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ പല ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മക്കളാണ്. വിഭിന്ന സ്വഭാവം ഉണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നത് തലയണ മന്ത്രത്തിലൂടെ ബന്ധങ്ങൾ നശിപ്പിക്കും. സ്വാഭാവികമാണ്. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ വാക്കുകൾ കേൾക്കും, അന്ധമായി കേൾക്കും, അപ്പുറവും ഇപ്പുറവും അന്വേഷിക്കാൻ നിൽക്കില്ല. ഈ ബന്ധങ്ങൾ നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മായിയമ്മമാർ, അവരാണ് വാസ്തവത്തിൽ ഈ ബന്ധങ്ങൾക്ക് ദാർഢ്യം പകരേണ്ടത്. ആരുടെയെങ്കിലും വാക്ക് കേട്ട് ആക്ഷൻ എടുക്കുക, അത് വിശ്വസിക്കുക, മറുപുറം ചിന്തിക്കാതിരിക്കുക, മറ്റുള്ള വാക്കുകൾ കേൾക്കാതിരിക്കുക, എന്നിട്ട് തീർപ്പിലെത്തുക, ഇതൊക്കെയാണ് വാസ്തവത്തിൽ കുടുംബങ്ങൾ തകരാനുള്ള വലിയ കാരണം. ചില ആളുകൾക്ക് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇത്രയും ഉണ്ടാവും. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് കഴിയാണ്. വീട്ടിൽ മറ്റാരുടെയും സന്ദർശനം അവർ ഇഷ്ടപ്പെടുന്നില്ല. സന്ദർശനം അരോചകമായി തോന്നുന്ന പല ആൾക്കാരും. ചില ആളുകൾക്ക് സന്ദർശനം സന്തോഷപ്രദമായിരിക്കും, ചില ആളുകൾക്ക് സന്ദർശനങ്ങൾ അരോചകമായിരിക്കും. മറ്റൊന്ന്, ഏറ്റവും വലിയ വിഷയം അതിർത്തി തർക്കങ്ങളാണ്. ബാപ്പ മരിച്ചു പോകുമ്പോൾ മക്കൾക്ക് സ്വത്ത് വീതിച്ചു കൊടുത്തിരിക്കും. അതിന്റെ അതിരുകൾ ഒരു പക്ഷേ പരസ്പര വിശ്വാസത്തിന്റെയും പരസ്പര ധാരണയുടെയും അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. കൃത്യമായ രൂപത്തിൽ അളന്ന് അതിരുകൾ തിരിച്ച് ഒരു നല്ല സ്ട്രോങ് ആയ ഒരു ഫെൻസാണ് ഏറ്റവും നല്ല ബന്ധമുണ്ടാക്കുന്നത് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്. അതേമാതിരി തന്നെ അതിരുകളെല്ലാം കൃത്യമായി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ മക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. മറ്റൊന്ന്, മാതാപിതാക്കന്മാർ മക്കളോട് കാണിക്കുന്ന വിവേചനം പിണക്കത്തിന് കാരണമാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് എൻ്റെ ഉപ്പക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് മകനോട് വളരെ സ്നേഹമുള്ള ഉപ്പ പറയാണ്. ആദ്യം പറഞ്ഞു ഭാര്യയോട്, എൻ്റെ ഈ മോനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഞാൻ അവന്റെ സ്വത്ത്, എൻ്റെ സ്വത്തിൽ നല്ലൊരു ഭാഗം അവൻ ഇഷ്ടദാനമായി കൊടുക്കാൻ പോവുക, അത്ര നല്ല മോനാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അന്വേഷിച്ചോ, എന്താണ് ചെയ്യേണ്ട അഭിപ്രായം ആരാഞ്ഞോ? അങ്ങനെ ഈ മോനുടെയും കൈ പിടിച്ചുകൊണ്ട് വാപ്പ പോവാണ് നബിന്റെ അടുക്കൽ. നബിനോട് പറയാണ്, എനിക്ക് എൻ്റെ മോനോട് ഭയങ്കര ഇഷ്ടമായി, ഈ മോനോട്, അതുകൊണ്ട് ഈ മോന് ഞാൻ കുറച്ച് സ്വത്ത് ഇഷ്ടദാനമായി കൊടുക്കാൻ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി
നീതിയുടെ പ്രതീകമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പിതാവിനോട് ചോദിക്കുന്നു, നിന്റെ എല്ലാ മക്കൾക്കും നീ ഈ രൂപത്തിൽ കൊടുത്തിട്ടുണ്ടോ? നിന്റെ എല്ലാ മക്കൾക്കും ഈ രൂപത്തിൽ നീ ദാനം കൊടുത്തിട്ടുണ്ടോ? മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? വിവേചനം കാണിച്ചിട്ടുണ്ടോ? അയാൾ പറയുന്നു, റസൂലേ, എനിക്ക് ഈ കുട്ടിയോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണ്. റസൂൽ തിരുമേനി പറയുകയാണ്, അക്രമത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ലാ അശ്ഹദു അലാ സൂരിൻ, ഒരു വ്യാജമായ പ്രവൃത്തിക്ക് ഞാൻ കൂട്ടുനിൽക്കാൻ പോകുന്നില്ല, സാക്ഷി നിൽക്കില്ല. തിരിച്ചു പോവുകയാണ് ആ സഹാബി. ഇതാണ് ഇസ്ലാം. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കാലാകാലം ഈ മക്കൾക്കിടയിൽ ഭിന്നതയും ശത്രുതയും നിലനിൽക്കും. അതൊരു വിഷയം. ഇനി നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമല്ലോ, മനുഷ്യന്മാരാണല്ലോ നമ്മളൊക്കെ. പിണക്കങ്ങൾ ഉണ്ടാവും, അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. ആ സന്ദർഭത്തിലൊക്കെ ബന്ധങ്ങൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരിക്കൽ തിരുമേനി ചോദിക്കുകയാണ്, നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സദഖയേക്കാൾ, നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, സക്കാത്തിനേക്കാളൊക്കെ അള്ളാഹിന്റെ പക്കൽ പ്രതിഫലാർഹമായ ഒരു സൽക്കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബിമാർ പറഞ്ഞു, റസൂൽ അങ്ങ് പറഞ്ഞാലും. നബി തിരുമേനി പറഞ്ഞു, അൽ ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അൽ ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പര ബന്ധങ്ങൾ അനുരഞ്ജനത്തിലൂടെ നന്നാക്കിയെടുക്കുക. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ദീനും സംസ്കാരവും ഇഹലോകവും പരലോകവും എല്ലാം അതോടുകൂടി നശിക്കും എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, നല്ല ഒരു ഹദീസ് നമ്മളെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം. നമ്മളെ കുടുംബത്തോട് ഇടപെടുമ്പോഴും, ബന്ധങ്ങൾ ചാർക്കുമ്പോഴും, ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴും, പിണക്കങ്ങൾ തീർക്കുമ്പോഴും എല്ലാം മനസ്സിലുണ്ടാവേണ്ട വിഷയം. തിരുമേനി പറഞ്ഞു, മൻ അഹബ്ബ അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി വഅൻ യുസാദ ലഹു ഫീ റിസ്ഖിഹി ഫൽയബർറ വാലിദൈഹി വൽയസിൽ റഹ്മ. രണ്ട് കാര്യം. തന്റെ ആയുസ്സിൽ വർധനവും ആഹാരത്തിൽ സമൃദ്ധിയും ഉണ്ടാവണം എന്നൊരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യം അയാൾ ചെയ്യണം. ഒന്ന്, മാതാപിതാക്കന്മാർക്ക് നന്മ ചെയ്യണം, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ പരിപാലിക്കുക, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുക. അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർത്തിക്കഴിഞ്ഞാൽ ആഹാരത്തിൽ സമൃദ്ധിയും വർധനവും, ആയുസ്സിൽ ഒരുപാട് വർധനവും. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും, സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം, മനുഷ്യന്റെ അവന്റെ ഒരു കുഞ്ഞ് അവന്റെ മാതാവിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ 40-ാം ദിവസം കഴിഞ്ഞാൽ അവന്റെ ആയുസ്, അവന്റെ ആരോഗ്യം, അവന്റെ അന്നം ഏത് സന്ദർഭത്തിൽ മരിക്കുമെന്ന കാര്യം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിരിക്കും. നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ്. പിന്നെ എങ്ങനെയാ മനുഷ്യന്റെ ആഹാരത്തിൽ വർധനവും ആയുസ്സിൽ കൂടുതലൊക്കെ ഉണ്ടാവുക? ചോദ്യം സ്വാഭാവികമായിട്ട്. ഈ ചോദ്യത്തിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നൽകിയ മറുപടി നല്ല കൃത്യമായ മറുപടി. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ മുത്തലഖായ അറിവാണ്. മലക്കുകൾക്കുള്ള അറിവ് എന്ന് പറഞ്ഞാൽ മുഖയ്യദായ അറിവാണ്. മുത്തലഖായ അറിവ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായ അറിവാണ് അള്ളാഹുവിൻ്റെത്. മലക്കുകൾക്ക് സ്വാഭാവികമായ അറിവ് മാത്രമേ ഉള്ളൂ. എന്ത് സംഭവിക്കുന്നു? ഒരാളുടെ ആയുസ് പിടിച്ചെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനെ അയക്കുമ്പോൾ അള്ളാഹുവിന്റെ അറിവിൽ അയാൾക്കൊരു ആയുസ്സുണ്ട്, മലക്കിന്റെ അറിവിൽ ഒരായുസ് വേറെയുമുണ്ട്. 70-ാമത്തെ വയസ്സിൽ ഒരു മനുഷ്യന് റൂഹ് പിടിക്കണം എന്നാണ് മലക്കിന് അള്ളാഹു കൊടുത്ത കൽപ്പന. സ്വാഭാവികമായ അറിവാണ്. പക്ഷേ അള്ളാഹുവിന്റെ അറിവ് നിരുപാധികമായ അറിവാണ്. അള്ളാഹു അയാൾക്ക് ബോണസായി കൊടുക്കും ആയുസ്. എങ്ങനെ? 70-ാമത്തെ വയസ്സിൽ റൂഹ് പിടിക്കണം എന്ന് അള്ളാഹു മലക്കിന് കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ ചേർക്കുന്ന, അറ്റുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്ന,
കുടുംബബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയുടെ ആയുസ്സിൽ നിങ്ങൾ വർധനവ് കൊടുക്കൂ. 5 കൊല്ലം കൂടി 10 കൊല്ലം കൂടി എന്ന് അല്ലാഹു കൽപ്പന കൊടുക്കും. അതാണ് ഹദീസിന്റെ അർത്ഥം. ഇതേപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധങ്ങൾ ചാർക്കുന്ന വ്യക്തിക്ക് ഒരുപാട് അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കും. ഒരു സംശയവും വേണ്ട. അറിയാത്ത ദിക്കിൽ കൂടി അവർക്ക് ആഹാരങ്ങൾ കിട്ടും. ജീവിതം സമ്പന്നമായിരിക്കും. ദാരിദ്ര്യത്തിന്റെയോ പട്ടിണിയുടെയോ പരിവട്ടത്തിന്റെയോ ഒരു ലാഞ്ചനയും ഒരിക്കലും അവർക്കുണ്ടാവുകയില്ല. ഇത് വാസ്തവത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കേണ്ട കാര്യം. ഇനി നമുക്ക് വേറൊരു സ്വഭാവം എന്താ? നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണല്ലോ. സമൂഹത്തിൽ ഇടപെടും, കുടുംബത്തിൽ ഇടപെടും, ആളുകളുമായി ബന്ധപ്പെടും. ആ സന്ദർഭത്തിലൊക്കെ നമുക്കുണ്ടാകാവുന്ന ഒരു പ്രശ്നം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് സഹാബിമാർ അന്വേഷിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ആ സഹാബി ചോദിക്കുന്ന അതേ ചോദ്യം നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോടും പലപ്പോഴും ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആ സഹാബി വന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ദൂതരെ, ഇന്നലീ ഖറാബ, എനിക്ക് കുറെ കുടുംബക്കാരുണ്ട്. അസിലുഹും വയഖ്തഉനനി, ഞാൻ അവരോട് ബന്ധങ്ങൾ ചാർക്കും, പക്ഷേ അവര് ബന്ധം മുറിക്കും, പിണങ്ങും. ഞാൻ നല്ല രൂപത്തിലൊക്കെ പെരുമാറും, അറ്റുപോയ ബന്ധങ്ങളൊക്കെ ചാർക്കും, കുടുംബ ബന്ധങ്ങൾ ചാർക്കും, ആവശ്യമായ ഉപകാരങ്ങളും ഒക്കെ ചെയ്യും എല്ലാവർക്കും. പക്ഷേ അവരെന്നോട് ബന്ധങ്ങൾ മുറിക്കുന്നു. ഞാൻ അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യും, പക്ഷേ അവരെനിക്ക് ഉപദ്രവങ്ങളെ ചെയ്യുകയുള്ളൂ. ഞാൻ അവരോട് വളരെ വിവേകത്തോടു കൂടി ഇരുത്തം വന്ന പെരുമാറ്റമാണ് എന്റേത്. പക്ഷേ എന്നോട് അവിവേകത്തോടു കൂടിയേ ആ കുടുംബം പെരുമാറാറുള്ളൂ. എന്റെ കുടുംബം, എന്റെ സ്വന്തം കുടുംബക്കാർ എന്നോട് ആ രൂപത്തിലാണ് പെരുമാറാറ്. തിരുമേനി പറയാം, സത്യത്തിൽ നീ വീണ്ടും നിന്റെ എല്ലാ നന്മകളും വെച്ചുകൊണ്ട് അവരോട് പെരുമാറുകയാണെങ്കിൽ സത്യത്തിൽ വളരെ നോബിൾ റിവെഞ്ച് എന്ന് പറയാവുന്ന മാന്യമായ പ്രതികാരമാണ് നീ ചെയ്യുന്നത്. ചൂടുള്ള വെണ്ണീരാണ് നീ അവരെ ഇങ്ങനെ തീറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ മനസ്സിലാക്കണം, വലാ യസാലു മിനല്ലാഹി ളഹീറുൻ ലക മാ ദുംത അലാ ഹാദാ, നീ ഈ സ്വഭാവത്തിൽ നിലകൊള്ളുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായി, ഒരു പിന്തുണ എല്ലാ സന്ദർഭത്തിലും നിനക്കുണ്ടായിരിക്കും, സംശയിക്കേണ്ട. ആളുകൾ നമ്മളോട് നല്ല രൂപത്തിൽ പെരുമാറട്ടെ, പെരുമാറാതിരിക്കട്ടെ, ബന്ധങ്ങൾ സ്ഥാപിക്കട്ടെ, സ്ഥാപിക്കാതിരിക്കട്ടെ, ആ സന്ദർഭത്തിലൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, ഇതെല്ലാം കാണുന്ന ഒരുവൻ മുകളിലുണ്ട്, അള്ളാഹു. എന്റെ കാര്യങ്ങൾ അവൻ നിവർത്തിക്കും. ഞാൻ ഈ സ്വഭാവത്തിൽ നിലകൊള്ളുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായം അനുനിമിഷം എനിക്കുണ്ടായിരിക്കും. നബി തിരുമേനി പറയാണ്, നീ ഈ സ്വഭാവത്തിൽ നിലകൊള്ളുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായം നിനക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ സ്വഭാവമായി നീ മുന്നോട്ട് പോകണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സഹാബിക്ക് കൊടുക്കുന്ന മറുപടി. ഇനി അവസാനിപ്പിക്കാം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ വേണം. അള്ളാന്റെ പക്കൽ വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. കുടുംബങ്ങളെ മറക്കരുത്. പിണക്കങ്ങൾ തീർക്കാനുള്ള സന്ദർഭമാണ് ആഘോഷങ്ങളും പെരുന്നാളുകളും കല്യാണങ്ങളും വിരുന്നുകളും സൽക്കാരങ്ങളും ഒക്കെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, മക്കളുടെ മക്കൾ, അവരെ ബന്ധുക്കളും കുടുംബങ്ങളുമായിട്ട് നമുക്ക് അകൽച്ചയുണ്ടാവാം. ആ സന്ദർഭത്തിലൊക്കെ ചേർത്ത് പിടിക്കുക ആളുകളെ. തെറ്റുകളും കുറ്റങ്ങളും വൈകല്യങ്ങളും ഉണ്ടാകും. കല്യാണത്തിന്റെയും ആഘോഷത്തിന്റെയും വിരുന്നിന്റെയും സൽക്കാരത്തിന്റെയും സന്ദർഭത്തിൽ ഒന്ന് ഫോൺ ചെയ്ത് ബന്ധപ്പെട്ട് നിങ്ങളും വരണം, നമുക്ക് സന്തോഷമായിരിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം ഈ രൂപത്തിൽ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അരക്കിട്ടുറപ്പിച്ചാൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഒരു നല്ല കുടുംബം എന്ന രൂപത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയും. നല്ല വ്യക്തി, നല്ല വീട്, നല്ല കുടുംബം, നല്ല സമൂഹം, നല്ല രാജ്യം, അതാണ് ഇസ്ലാമിന്റെ സ്വപ്നം. അതാണ് ഇസ്ലാം. സൂറത്തു സബയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ.
ഒരു നല്ല നാട്, ഒരു നല്ല രാജ്യം, പാപങ്ങളെല്ലാം പൊറുക്കുന്നവനായ അള്ളാഹു. ഇത് അള്ളാഹുവിന്റെ സ്വപ്നം. ഇതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല രാജ്യം, പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹു എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ആദ്യം നല്ല വ്യക്തികൾ ഉണ്ടാവണം. എങ്ങനെയാ നല്ല വ്യക്തികൾ ഉണ്ടാവുക? നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാവുക, നല്ല ഭാര്യയും ഭർത്താവുമാകുക, വീട്ടിൽ സ്നേഹത്തിന്റെ അന്തരീക്ഷം ഏത് സന്ദർഭത്തിലും കളിയാടുക, ജീവിതം സന്തോഷത്തിന്റെ ആഘോഷമാക്കുക, കുടുംബങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ തീർക്കുക, പിണക്കങ്ങൾ ഉണ്ടായാൽ അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ ഭദ്രമായ ശക്തമായ ഒരു കുടുംബം നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുടുംബം സ്വർഗത്തിലേക്കാണ് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.